നിങ്ങളെന്തിനാ ഇപ്പം നാട്ടിൽ വരുന്ന റഫീക്ക? ഇത് നല്ല കഥ. കൊല്ലം 4 നമ്മളെ പുതിയ വീട്ടിൽ കൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞ പാട് കയറി വന്നതല്ലേ ഞാൻ. അതെ, ഇങ്ങോട്ട് തോന്നുമ്പോ പാഞ്ഞു വരാത്തോണ്ട് ഈ വീടിന്റെ കടം 3/4 ഭാഗം തീർന്നില്ലേ? കടം കുറേയെല്ലാം വീട്ടാൻ കഴിഞ്ഞത് ശരി തന്നെ. ആട്ടെ, നിന്റെ അനിയത്തിന്റെ കല്യാണത്തിന് ഇനി 10 ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരണ്ടാന്ന്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കൈമേലുള്ള പൈസ എല്ലാം വരാനും പോകാനും മാത്രമേ ഉണ്ടാവും. നമ്മളെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറയൂ. പിന്നെ അനിയത്തിന്റെ കല്യാണത്തിന് നമ്മളെ വക എന്തെങ്കിലും കൊടുക്കണ്ടേ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. അപ്പം ഞാൻ വന്നാൽ ശരിയാവില്ല. പൈസ ഞാൻ അയച്ചു തരാം. അതന്നെ റഫീഖ ഞാനും പറയുന്നത്. ഈ വീട്ടിൽ കൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞേരം പോയതവന്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ വീട്ടിൽ മനസമാധാനത്തോടെ 2 ദിവസം കടന്നുറങ്ങാൻ പറ്റില്ല എനിക്ക്. ഈ 4 കൊല്ലം ഓനെ പേഞ്ഞ് ഊറ്റിയെടുക്കലേനി ഇവള്. നിങ്ങൾക്കറിയാം, ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ EMIക്ക് വാങ്ങിയതാ. നിങ്ങൾ മാസാമാസം അയച്ചു തരുന്ന പൈസേൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടാണ് ഞാൻ അതെല്ലാം അടക്കുന്നത്. നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ അതെല്ലാം പിന്നെ ഞാനിങ്ങനെ അടക്കുക. നീ ഫോണൊന്ന് ഉമ്മ കൊടുത്തേ. കൊടുക്ക. ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ നിങ്ങളെ മുമ്പ് വിളിക്കുന്നു. ഹലോ ഉമ്മ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ മോനെ, എനിക്ക് സുഖം തന്നെയല്ലേ? ഉമ്മ, ആവിന്റെ അനിയത്തിന്റെ കല്യാണല്ലേ, നീ വരുന്നില്ലേ? ഞാനിപ്പം വന്നാൽ ശരിയാവില്ല ഉമ്മ. ഞാൻ ഉമ്മക്ക് കുറച്ച് പൈസ അയച്ചുതരാം. അത് ഉമ്മ കല്യാണത്തിന് കൊടുത്തേക്ക്. ആബി സ്വർണം കൊടുക്കുന്നുണ്ട്. എല്ലാം ഇന്റെ പൈസക്ക് തന്നെയല്ലേ മോനെ ആക്കണ്ടേ. നീ ഇപ്പൊ എനിക്ക് പൈസ ഒന്നും അയച്ചു തരണ്ട. കല്യാണത്തിന് കൊടുക്കേണ്ട പൈസ എല്ലാം എൻ്റെ അടുത്തുണ്ട്. നീ ഒന്ന് ആ പൈസക്ക് നാട്ടിലേക്ക് ബാ. ഉമ്മാക്ക് ഇന്നെ ഒന്ന് കണ്ടാ മതി. ശരി ഉമ്മ, ഞാൻ വരാം. ഉമ്മാക്ക് എന്തിന്റെ കേടാ ഉമ്മ? റഫീഖ നാട്ടിൽ വന്ന് പോകുമ്പോഴത്തേക്ക് എത്രയാ ചെലവ് എന്നറിയാം. ഇവിടെ എന്തിന്റെ EMI കെട്ടാനുണ്ട് എന്നറിയാം ഉമ്മാക്ക്? അതെന്തിനാ ഞാൻ അറിയുന്നേ? നീ വാങ്ങിച്ചത് നീ വീട്ടണോ? അനക്കൻ്റെ മോനെ കാണണോ? 4 കൊല്ലായില്ലേ ഓൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. മനസമാധാനത്തോടെ എനിക്ക് കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിൽക്കുന്നൊന്ന് കാണണേ. നീ ഓനെ കറുവ പശുവാക്കണ്ട. ഓന് ഇന്റെ ആഡംബരം കൊണ്ട് 3/4 ഭാഗവും ഓൻ്റെ ജീവിതം മരുഭൂമിയിലായില്ലേ. ഇപ്രാവശ്യം ഓൻ വന്നങ്ങ് പോട്ടെ. അതല്ല ഉമ്മ ഞാൻ പറയും. നീ മിണ്ടിപ്പോറും.